കുളക്കട വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ വനം കായിക വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെ തലവൂർ ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ DYFI CPM പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്തു. മുദ്രാവാക്യമുയർത്തി റോഡ് ഉപരോധിച്ച് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. LDF ഗണേഷ് കുമാറിനെതിരായ പ്രതിഷേധം ആളിക്കത്തിക്കുകയായിരുന്നു. വേദി വിട്ട് ബഹിഷ്കരിച്ചിറങ്ങിയ LDF പ്രവർത്തകരെയും നേതാക്കന്മാരെയും UDF നേതാക്കൾ കല്ലെറിഞ്ഞതായും ആരോപണമുണ്ട്. വനിതകളടങ്ങുന്ന LDF പ്രതിനിധികൾ സ്കൂളിന്റെ പ്രധാന കവാടം ഉപരോധിച്ചു. ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാണിച്ചതായി ആരോപിച്ച് 4 DYFI പ്രവർത്തകർക്കെതിരെ കുന്നിക്കോട് പോലീസ് കേസെടുത്തു. ഇന്ന് രാവിലെയാണ് സബ് ജില്ലാ ബാലകലോത്സവം നടക്കുന്ന സ്കൂളിൽ ഇത്തരം നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. നൂറുകണക്കിന് പോലീസിന്റെ കനത്ത വലയത്തിലും UDF പ്രവർത്തകരുടെ സംരക്ഷണയിലുമാണ് KB ഗണേഷ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുകൊള്ളാനായി ഇവിടെ എത്തിച്ചേർന്നത്. മന്ത്രിയുടെ വാഹനം സ്കൂൾ കാമ്പൗണ്ടിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഒരുപറ്റം DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധമുയർത്തിയത്. സ്കൂളിന് മുന്നിലെ പ്രധാന പാതയിൽ പോലീസും DYFI പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. പോലീസുമായി ഉണ്ടായ സംഘർഷം സമയങ്ങളോളം നീണ്ടുനിന്നു. പത്തനാപുരത്ത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന് നേരെ വിവാദ പ്രസ്താവന ഉയർത്തിയതിനു ശേഷം ആദ്യമായാണ് ഗണേഷ് കുമാർ മണ്ഡലത്തിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കുകൊള്ളുന്നത്. വനിതാ പോലീസ് ഉൾപ്പെടെ നൂറുകണക്കിന് പോലീസുകാരാണ് ഇവിടെ സുരക്ഷാ ചുമതലയുടെ ഭാഗമായി ഇന്ന് എത്തിച്ചേർന്നത്. CPM പത്തനാപുരം ഏരിയ സെക്രട്ടറി B അജയകുമാർ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ H നജീബ് മുഹമ്മദ്, N ജഗദീശൻ, സോമശേഖരൻ പിള്ള, DYFI ഏരിയ പ്രസിഡന്റ് AB അൻസാർ, ഏരിയ സെക്രട്ടറി S സജീഷ്, CPM തലവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മധുസൂദൻ ഉണ്ണി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. മന്ത്രി ഗണേഷ് കുമാർ വേദിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വേദിയിൽ ഇടം പിടിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു K മാത്യു, CPM ഏരിയ സെക്രട്ടറി B അജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RS ബീന എന്നിവർ വേദി വിട്ട് പ്രതിഷേധക്കാർക്കിടയിലേക്ക് കടന്നു വന്നു. കുളക്കട സബ് ജില്ലാ ബാലകലോത്സവം രാഷ്ട്രീയ ചേരിതിരിവിനുള്ള വേദിയായി മാറിയത് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിഷേധത്തിന് ഇടയാക്കി. പ്രദീപ് ഗുരുകുലം, ലൈവ് വാർത്ത, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.